Good evening, all. Today, we are going to discuss another new topic, advantages of non-verbal communication. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായി what is mean by non-verbal communication and verbal communication. നമ്മൾ പറഞ്ഞു verbal communication means communication by using words. Non-verbal communication means communication without using words. Right? അപ്പൊ ഒന്ന് നോക്കാം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെ ബെനിഫിറ്റുകളാണ്, മെറിറ്റുകളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് എന്തിനേക്കാളും, വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും. അല്ലെ, നമ്മൾ പറഞ്ഞു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. അല്ലെ, അതും എങ്ങനെ, ബൈ യൂസിങ് സിംബൽസ്. അല്ലെ, അതുപോലെ തന്നെ ഇമേജസ്, സൈൻ. അല്ലെ, സൈനുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ എന്ത് പറയാറ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അല്ലെ, അപ്പം ആ ഒരു സിംബലുകള്, സൈനുകള്, ഇമേജുകള് ഒക്കെ ഉപയോഗിച്ചിട്ട്, സൗണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മെസ്സേജ് പാസ് ചെയ്യാറുണ്ട്. അല്ലെ, അതിനാണ് നോൺ വെർബൽ. അപ്പൊ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം നമുക്ക്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് മെനി അഡ്വാൻറ്റേജസ് ഓവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മേക്സ് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ. അല്ലെ, അപ്പൊ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അല്ലെ, നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെ, ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു വിക്ടറിയുടെ സൈന് കാണിക്കുകയാണെങ്കിൽ, അല്ലെ, വിക്ടറിയുടെ സൈന് നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ഇൻസ്റ്റന്റ് അറ്റ് ദ മൊമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അത് വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെ, അത് ടൈം കൺസ്യൂം ചെയ്യും. എന്നാലോ നമ്മൾ ആ ഒരു വിക്ടറിയുടെ ഒരു സിഗ്നല്, സിമ്പിൾ കാണിക്കുകയാണെങ്കിൽ, അല്ലെ, അതുപോലെ തന്നെ ഗ്രീൻ സിഗ്നല് നമ്മൾ ട്രാഫിക്കിൽ കാണിക്കുകയാണെങ്കിൽ, അല്ലെ, അവിടെ സ്പോട്ടിൽ മെസ്സേജ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പാസ് ചെയ്യപ്പെടുന്നുണ്ട്, കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെ, അതുപോലെ തന്നെ വിഷ്വൽ ടൂൾസ് ക്യാൻ present a quick picture of statistics, trends and comparison. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ചാർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്, ബാർ ഡയഗ്രംസ് ഉപയോഗിക്കാറുണ്ട്. അല്ലെ, അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഈ ബാർ ഡയഗ്രങ്ങളും ചാർട്ടുകളും ഒക്കെ തന്നെ എന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട്, ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, ട്രെൻഡ്സുകൾ, കമ്പാരിസൺ ഒക്കെ. അല്ലെ, ഇപ്പൊ ഒരു കമ്പനിയുടെ ഗ്രോത്ത്, അല്ലെ, നമുക്കറിയാം ഇന്ത്യയുടെ ഡെവലപ്മെന്റ്, അല്ലെ, എന്ത് ഡെവലപ്മെന്റ് ആവാം, പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ വേണമെങ്കിൽ, അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഫീൽഡിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫുകൾ ഉപയോഗിച്ച് ഇയർ വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. അല്ലെ, എന്നാൽ ആ ഒരു കമ്പാരിസൺ, അല്ലെ, ആ ഒരു ഗ്രോത്ത് നമ്മൾ സെന്റൻസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പാരഗ്രാഫുകൾ വേണ്ടി വരും. അത് മാത്രമല്ല വായിച്ചെടുക്കാൻ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അല്ലെ, എന്നാലോ അതേ സമയത്ത് നമ്മൾ അതൊരു ഡയഗ്രത്തിലേക്ക് മാറ്റുകയാണെങ്കിലോ, ഒരു പിക്ചറിലേക്ക് മാറ്റുകയാണെങ്കിലോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അനാലിസിസ് ഏത് വർഷമാണ് കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുള്ളത്, എവിടെയാണ് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ബാക്ക്വേർഡ് ആയിട്ടുള്ളത്, ഏത് വർഷമാണ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കാം ഓരോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എലമെന്റ്സുകളുടെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണുള്ളത്. വൺ ബൈ വൺ ആയി നോക്കാം. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് സൈൻസ്. അല്ലെ, സൈനുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നോക്കി ഏതൊക്കെ, ഇറ്റ് ഹെൽപ്സ് അസ് ടു പാസ് ഇൻസ്റ്റന്റ് മെസ്സേജസ്. അല്ലെ, ഇൻസ്റ്റന്റ് മെസ്സേജ് പാസ് ചെയ്യാൻ സൈനുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. എനിബഡി ഹൂ സീസ് എ റെഡ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ദി വെഹിക്കിൾ വിത്തൗട്ട് കോൺഷ്യസ് തോട്ട്. അല്ലെ, അപ്പൊ നമ്മള് സൈനുകൾ, അല്ലെ, സിഗ്നൽ നമ്മൾ കാണാറുണ്ട്. അല്ലെ, അപ്പൊ അവിടെ റെഡ് സിഗ്നൽ ആണെങ്കിൽ, റെഡ് ലൈറ്റ് ആണെങ്കിൽ ആ ഒരു സൈൻ റെഡ് ലൈറ്റ്, അല്ലെ, അത് ഇൻസ്റ്റന്റ് ആയിട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോൺഷ്യസ് ആവാതെ ഡെലിബറേറ്റ് ആയിട്ട്, അല്ലെ, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലെ, ഡെലിബറേറ്റ് അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വണ്ടി വെഹിക്കിൾ നിർത്താറുണ്ട്. അല്ലെ, സിമിലർലി ഗ്രീൻ ലൈറ്റ് സ്റ്റിമുലേറ്റ് us to take our own way. അല്ലെ, അതുപോലെ തന്നെയാണ് ഗ്രീൻ ലൈറ്റ് കാണുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെഹിക്കിൾ എടുത്ത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ദ വേവിംഗ് ഓഫ് ഗ്രീൻ ആൻഡ് റെഡ് ഫ്ലാഗ് ബൈ എ റെയിൽവേ ഗാർഡ് ഓർ എ സ്റ്റേഷൻ മാസ്റ്റർ passes on a clear message to driver and to the people on the platform. അല്ലെ, അതുപോലെ തന്നെ ആ ഒരു റെയിൽവേ, അല്ലെ, റെയിൽവേയിൽ സിഗ്നൽസ് കൊടുക്കാറുണ്ട്, ആര്, സ്റ്റേഷൻ മാസ്റ്റേഴ്സ് കൊടുക്കാറുണ്ട്, റെയിൽവേ ഗാർഡ് കൊടുക്കാറുണ്ട്, അല്ലെ, മെസ്സേജ് പാസ് ചെയ്യാറുണ്ട്. അല്ലെ, അഡ്വാൻറ്റേജ് ഓഫ് സിമ്പിൾസ്. അതുപോലെ തന്നെ സിമ്പിൾസിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, നമ്മൾ സിമ്പിളുകൾ ഉപയോഗിക്കാറുണ്ട്. സം സിമ്പിൾസ് ആർ യൂണിവേഴ്സൽ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അല്ലെ, അപ്പൊ നമുക്കറിയാം പല സിമ്പിളുകളും നമ്മൾ യൂസ് ചെയ്യാറ്.
സിമ്പിൾസ് എന്ത് ചില സിഗ്നലുകൾ യൂണിവേഴ്സൽ ആണ്. അല്ലെ, ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആണ് ഹാർട്ട്. അല്ലെ, ഹാർട്ടിന്റെ ചിഹ്നം നമ്മൾ ഹാർട്ടിന്റെ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെ, ഹാർട്ടിന്റെ സിമ്പിളുകൾ ഡിഫറെന്റ് കളേഴ്സിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് എന്തിനെ ഡിഫറെന്റ് മീനിങ്ങിന് കൺവേ ചെയ്തു. അല്ലെ, സാധാരണ ഹാർട്ട് എന്ന് പറയുന്നത് എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ലവ്. അല്ലെ, ആ ലവ് തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആളുകളോട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ലവ്. അല്ലെ, അതൊക്കെ ഡിഫറെന്റ് കളേഴ്സിലാണ് വരാറുള്ളത്. അതുപോലെ തന്നെ വൈറ്റ് ഫ്ലാഗ് അല്ലെ എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? പീസിനെയാണ്. അല്ലെ, ഇപ്പൊ ഇങ്ങനെ ഈ സിംപിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്റ്റന്റ് ആയിട്ട് മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, സം സിംബൽസ് എന്ന് പറയുന്നത് എന്താണടാ? യൂണിവേഴ്സൽ ആണ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. യൂണിവേഴ്സൽ മീൻസ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ചില അല്ലെ ചില സിഗ്നൽസ് സിഗ്നിഫൈ ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത് എന്താണ്? സെയിം മീനിങ് ആണ്. അല്ലെ, ഇനി നോക്കി നിങ്ങൾ, therefore by using the universal symbols we can communicate with people who come from different cultural backgrounds. അല്ലെ, അതുപോലെ തന്നെ ഈ സിഗ്നലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ, അപ്പം കമ്മ്യൂണിക്കേഷനെ നമുക്ക് അറിയാൻ പറ്റും. ലാംഗ്വേജ് ബാരിയേഴ്സിനെ വരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഏത് ഉപയോഗിച്ചുകൊണ്ട്? ബൈ യൂസിങ് സിമ്പിൾസ്. അല്ലെ, സിമ്പിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ല. കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിലൂടെ, വേർഡ്സിലൂടെ അല്ല, സിമ്പിളുകളിലൂടെയാണ്. അത് മാത്രമല്ല, ദർ ആർ സെർട്ടൈൻ സിമ്പിൾസുകൾ എന്തായിട്ടുണ്ട്? യൂണിവേഴ്സൽ ആണ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എവറി പീപ്പിൾ. അല്ലെ, ഏത് വ്യത്യാസമില്ലാതെ, കൾച്ചറോ കൺട്രിയോ റീജിയണൽ വ്യത്യാസമില്ലാതെ അല്ലെ കോമൺ ആയിട്ട് മീനിങ് പാസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ നോക്കി നിങ്ങൾ എക്സാമ്പിൾ നോക്കി നിങ്ങൾ. ദർ ആർ പോപ്പുലർ ആൻഡ് convey the same message in almost all cultures. അപ്പൊ നോക്കിയാൽ ഹാർട്ട് സിഗ്നിഫൈസ് ലവ്, വൈറ്റ് ഫ്ലാഗ് ഇൻഡിക്കേറ്റ് പീസ്. അല്ലെ, അപ്പൊ നമ്മള് അഡ്വാൻറ്റേജ് സിമ്പിൾസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇൻസ്റ്റന്റ് മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ലാംഗ്വേജ് ഡിഫറൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യും. അല്ലെ, അപ്പം ഏത് കൾച്ചറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് എന്ത് പാസ് ചെയ്യാൻ പറ്റും? മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് സിമ്പിൾസ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രാഫ്സ്, ചാർട്ട്സ് ആൻഡ് ഫ്ലോ ചാർട്ട്. അല്ലെ, നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഗ്രാഫ് ഉപയോഗിക്കാറുണ്ട്, ചാർട്ടുകൾ അല്ലെ, ഡയഗ്രാംസ് ഉപയോഗിക്കാറുണ്ട്, പൈ ഡയഗ്രാം, ഫ്ലോ ചാർട്ടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലെ, അപ്പം ഗ്രാഫ്, ചാർട്ട്സ്, ഫ്ലോ ചാർട്ട്സ് ആർ എഫക്റ്റീവ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമുക്ക് ഈ ഗ്രാഫ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത് ആ ഗ്രാഫിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റയെ നമ്മൾ സെന്റൻസിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരുപാട് പാരഗ്രാഫുകൾ വേണ്ടി വരും. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്രിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെ, ഫുട്ബോൾ എടുക്കുകയാണെങ്കിൽ ഓരോ പ്ലെയേഴ്സിന്റെയും അല്ലെ പെർഫോമൻസ് അല്ലെ, അവര് സ്കോർ ചെയ്തിട്ടുള്ള കളികൾ അല്ലെ ഇപ്പൊ തന്നെ കാണാൻ പറ്റും. നമുക്ക് ക്രിക്കറ്റ് മാച്ച് എടുക്കുക അല്ലെ, ക്രിക്കറ്റ് മാച്ചിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കാറുണ്ട്. അല്ലെ, ഓരോ രണ്ട് ടീമാണെങ്കിൽ ഓരോ ടീമിന്റെയും പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. എന്തിനനുസരിച്ച്? ഓവേഴ്സിനനുസരിച്ച് ഇങ്ങനെ എന്തിട്ടുണ്ടാവും? ഗ്രാഫില് ബാർ ഡയഗ്രത്ത് കൊടുത്തിട്ടുണ്ടാവും. അല്ലെ, അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അല്ലെ, ഇതിപ്പോ നമ്മൾ ആ സെയിം സാധനത്തിനെ നമ്മൾ സെന്റൻസിലേക്ക്, വേർഡ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരുപാട് ലൈൻ ബൈ ലൈന് പോവേണ്ടി വരും. അത് വായിക്കാനാണെങ്കിൽ കാണുന്ന ആളുകൾക്ക്, ഓഡിയൻസിന് സമയം ഉണ്ടാവുകയില്ല. അല്ലെ, അതാണ് ഇവ തമ്മിൽ വരുന്ന ഒരു വ്യത്യാസം. ഓക്കെ, അപ്പൊ നോക്കി, ഗ്രാഫ് can communicate very quickly than a verbal description. Verbal description means description by using words. Graphs are useful to record changes over a period of time. അപ്പൊ ഗ്രാഫ് നമ്മൾ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കാറ്? ചേഞ്ചുകളെ കാണിക്കാൻ, ഓവർ എ പീരീഡ് ഓഫ് ടൈം. അല്ലെ, ഇപ്പം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ നമുക്ക് കാണിക്കാൻ പറ്റും. ബിഫോർ ഇൻഡിപെൻഡന്റ്, ആഫ്റ്റർ ദ ഇൻഡിപെൻഡന്റ് അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിഫറെന്റ് പീരീഡിലെ പെർഫോമൻസിനെ നമുക്ക് എന്തുപയോഗിച്ച് കാണിക്കാൻ പറ്റും? ഗ്രാഫിനെ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഏതുപോലെ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റിലെ ഫസ്റ്റ് 10 ഓവേഴ്സിനെ അല്ലെ, സെക്കൻഡ് 10 ഓവേഴ്സ്, തേർഡ് 10 ഓവേഴ്സ് അല്ലെ, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സ്കോർ ചെയ്തിട്ടുള്ള റൺസ് എത്രയാണ്, അതുപോലെ തന്നെ എത്ര വിക്കറ്റുകൾ വീണു, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കറക്റ്റ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ചുകൊണ്ട്? ചാർട്ടുകൾ ഉപയോഗിച്ച്. ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ കൺട്രി ക്യാൻ ബി എഫക്റ്റീവ്ലി ഷോൺ ത്രൂ എ പൈ ഡയഗ്രാം. അല്ലെ, പൈ ഡയഗ്രാം നമ്മൾ വരയ്ക്കാറ്.
അല്ലെ റൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ഓരോന്നിനും എത്ര എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിയുടെ ഒക്കെ ഒരു എക്സ്പെൻഡിച്ചർ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ക്ലോത്തിങ്ങിന് എത്ര, മെഡിക്കൽ ട്രീറ്റ്മെന്റിന് എത്ര, പിന്നെ ബേസിക് നീഡ്സിന് എത്ര, അല്ലെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ എളുപ്പത്തിൽ മെസ്സേജ് പാസ് ചെയ്യാനും സഹായിക്കും. Academic performance of different years of an institution can be compared easily by using a bar diagram. അല്ലെ ബാർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് അക്കാഡമിക് പെർഫോമൻസ്, ഇപ്പൊ ഒരു കോളേജ് എടുക്കുക, യൂണിവേഴ്സിറ്റി എടുക്കുക, ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കാഡമിക് പെർഫോമൻസ് അല്ലെ ഓരോ വർഷത്തിലും അതിന്റെ അക്കാഡമിക് പെർഫോമൻസ് എത്ര സ്റ്റുഡൻസിന് ഡിസ്റ്റിങ്ഷൻ കിട്ടി, എത്ര കുട്ടികൾ പാസ്സായി, എത്ര കുട്ടികൾ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉണ്ട്, എത്ര റാങ്ക്, അല്ലെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ബാർ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. If we describe the same with the word, we have to use many. അപ്പൊ നമ്മൾ ആ ഒരു ബാർ ഡയഗ്രത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആ ഡാറ്റയെ നമ്മൾ വേർഡ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരുപാട് പാസേജസ് അല്ലെങ്കിൽ ഒരുപാട് പാരഗ്രാഫുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, എഴുതേണ്ടതായിട്ട് വരും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ഏതൊക്കെ അഡ്വാൻറ്റേജസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം ബേസിക്കലി അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. സിഗ്നലുകള്, സിംബൽസ്, ഡയഗ്രാംസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. മറ്റൊന്ന് വി ക്യാൻ റെഡ്യൂസ് ദ ബാരിയേഴ്സ് ഓഫ് ലാംഗ്വേജ് ബാരിയേഴ്സിനെ, ഡിഫറെന്റ് ലാംഗ്വേജിനെ, അതുപോലെ കൾച്ചറൽ ഡിഫറൻസസിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ചുകൊണ്ട്? ഈ പറഞ്ഞ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓവർകം ചെയ്യാം. ഓക്കെ, ലെറ്റ് us stop here. Okay, bye.